നമ്മുടെ പ്രിയപ്പെട്ട അനീഷേട്ടൻ പറഞ്ഞത് എത്ര ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചില ഇടങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു. അത് ഞാൻ നേടിയെടുത്തതാണ്, മറ്റാർക്കും ദോഷമില്ലാത്ത വിധത്തിൽ. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അദ്ദേഹം പറഞ്ഞത് പ്രകാരം അദ്ദേഹം ടി വി കാണാനിരിക്കുമ്പോൾ സോഫയിൽ എല്ലാ ദിവസവും ഒരു സ്ഥലത്താണ് ഇരിക്കാറുള്ളത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എല്ലാ ദിവസവും ടേബിളിൻ്റെ ഒരു സ്ഥലത്താണ് ഇരിക്കാറുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും തന്നെ അദ്ദേഹം പോകുന്ന വഴികളിലും ഒരു സ്ഥലത്തൂടെയാണ് നടക്കാറുള്ളത്. സോ അങ്ങനെ അദ്ദേഹം തന്നെ എൻ്റേത് എന്ന് നോർമലി ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുത്ത ചില ഇടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസിൽ പോയപ്പോൾ ആ വലിയ സോഫയിലെ ഒരറ്റത്ത് തന്നെയായിരുന്നു എന്നും ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആദില നൂറ കാരണം ഒരു മാറ്റം വന്നപ്പോൾ അദ്ദേഹം പ്രതികരിക്കാനുണ്ടായ സാഹചര്യം. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, ഇത് ഇച്ചിരി ഒരു ചെറിയ വാശി തന്നെയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആ കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ചില എൻ്റേത് എന്ന് പറഞ്ഞ ഇടങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു തലയണ, സ്ഥിരം ഉപയോഗിക്കുന്ന ഷീറ്റ്, കട്ടിലിൽ വിശാലമായ സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായ ഒരിടത്തായിരിക്കും കിടക്കാറുള്ളത്. അങ്ങനെ ചില ഇഷ്ടങ്ങൾ നമുക്കും ഉണ്ട്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് സ്വന്തം അല്ലെങ്കിൽ നമ്മുടേത് മാത്രം, എന്നാൽ അത് എല്ലാവരുടേതുമാണ്. പക്ഷെ നമ്മളതിനെ ഓട്ടോമാറ്റിക്കലായി നോർമലി അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ ആദ്യം എടുത്ത പേന, ഒപ്പിടാനായിട്ട് എടുത്ത പേന ബ്ലാക്ക് പേനയാണ്. അത് തന്നെയാണ് എല്ലാ ദിവസവും. നിറയെ പേനകളുണ്ടെങ്കിലും ആ പേനയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണാനിരിക്കുന്ന സ്ഥലം എത്രയോ അധ്യാപകരുള്ള ഇടമാണ്. പക്ഷെ എന്നാലും ഞാൻ ആദ്യമായി എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെയാണ് ഇന്ന് വരെയ്ക്കും ഇരുന്നിട്ടുള്ളത്. സോ അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്താ ഇങ്ങനെ? അപ്പോൾ ഇതായിരിക്കുമല്ലോ അനീഷേട്ടനും പറഞ്ഞത്. നമ്മളറിയാതെ നമ്മുടെ ഇടങ്ങളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ചില സ്വന്തം ഇടങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ ഗൈസ്? എനിക്ക് ഇപ്പോഴാണ് അനീഷേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത്. എനിക്ക് വേണമെങ്കിൽ എത്രയോ പേനകളുണ്ട്, ഏതെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഉപബോധ മനസ്സിലെന്തോ ഞാൻ അങ്ങനെ ഒരു ശീലമുള്ള ആളേ അല്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് കുറച്ച് ദിവസം കൊണ്ട്. ചിലപ്പോൾ പല കാര്യങ്ങളും ഞാൻ പുറകിലോട്ട് ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഞാൻ സ്ഥിരം കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റ് അത് ഒന്നും തന്നെയാണ്, എടുക്കുന്ന ഗ്ലാസ് അത് ഒന്ന് തന്നെയാണ്. ശരിയാണ്, ചില സമയങ്ങളിൽ നമുക്ക് ചായ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ അമ്മയോട്, ആ പിടിയുള്ള കപ്പിൽ എന്താ കൊണ്ടുവരാത്തേ? എനിക്ക് പിടിയുള്ള കപ്പുകളാണ് ഇഷ്ടം എന്നൊക്കെ സംസാരിക്കാറില്ലേ. ആക്ച്വലി അങ്ങേര് നമ്മൾ കുറ്റം പറയരുതായിരുന്നു കേട്ടോ. വളരെ ശരിയാണ്, അങ്ങേര് നമ്മളായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. ഇപ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ട് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അല്ലാതെ ചിലർ വിചാരിക്കും ബിഗ് ബോസ് കഴിഞ്ഞു, മോരിലെ പുളിയും പോയി, എന്നിട്ടും അവളിപ്പോഴും ബിഗ് ബോസിലെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചാണേ. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് പറയൂ.